ബ്രോ എനിക്ക് ഫാറ്റ് ലോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് കരുതി ഒരുപാട് പ്രോട്ടീൻസ് ഫുഡ്സ് ഒന്നും കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ പ്രോട്ടീൻ കഴിക്കാതെ നമുക്ക് ഫാറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായും പറ്റും. നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ഡയറ്റിലാണെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ ഫുഡ് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് സംഭവിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫാറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രോട്ടീൻ ഫുഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതങ്ങനെ ഈ പ്രോസസ്സിന്റെ പേരാണ് തെർമിക് എഫക്ട്സ് ഓഫ് ഫുഡ്. ദാറ്റ് മീൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആകാൻ വേണ്ടി ബോഡി ബേൺ ചെയ്യുന്ന എനർജിയാണ് TEF എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ TEF ഉള്ളത്. അതായത് 20 to 30% ആണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു 100 കാലറി ഉള്ള ഒരു പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ അതിന്റെ 20 to 30 കാലറിയോളം ബോഡി ബേൺ ചെയ്യുന്നത് അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കാർബോഹൈഡ്രേറ്റ്സ് എടുത്ത് നോക്കിയാൽ 5 to 10% മാത്രമാണ് ഇതിന്റെ TF. അതായത് 100 കാലറി ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിച്ചാൽ അതിന്റെ 5 to 10% മാത്രമേ ഡൈജഷന് ബേൺ ചെയ്യുന്നുള്ളൂ. ഫൈനലി ഫാറ്റ് 0 to 3% മാത്രമാണ് ഫാറ്റിന്റെ TF. അതായത് ഇഫ് യു ആർ ഹാവിങ് സം ഫാറ്റി ഫുഡ് നിങ്ങൾക്ക് ഡൈജഷന് വേണ്ടി എടുക്കുന്നത് വെറും 3 കാലറി മാത്രമായിരിക്കും. ബാക്കി 97% നിങ്ങളുടെ ബോഡിയിലേക്ക് തന്നെ കൺവേർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പ്രോട്ടീൻ ഫുഡ്സ് എൻ്റെ ഡയറ്റിൽ ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതെന്നെ ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ, കമ്പയർ ടു ദ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്. യെസ്, അത് മാത്രമല്ല നിങ്ങൾ പ്രോട്ടീൻ കൂടുതൽ ഫുഡ് കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് കൺട്രോളിൽ നിൽക്കുന്നതാണ്. രണ്ടാമതായി നിങ്ങളുടെ മസിൽ ലോസ് തടയാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗോൾ ഫാറ്റ് ലോസ് ആണെങ്കിൽ 1.2 to 2 gram per kg ബോഡി വെയ്റ്റ് വരെ നിങ്ങൾക്ക് ഒരു ദിവസം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നതാണ്.